ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനായിട്ടാണ്. എനിക്കിപ്പോൾ ഒരു സംഖ്യ ഈവൻ അല്ലെങ്കിൽ ഓഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതി നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് ഓഫ്, ഇതിനകത്ത് മെസ്സേജ് എടുക്കുക എൻ്റർ എ നമ്പർ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഇൻപുട്ടായിട്ട് എക്സിലോട്ട് കൊടുക്കും. ആ കൊടുക്കുന്നത് ഇൻറ്റിജറായിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് സ്ട്രിങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഈവൻ അല്ലെങ്കിൽ ഓഡാണെന്ന് അറിയാനായിട്ട് ഈ സംഖ്യയെ 2 കൊണ്ട് ഹരിക്കണം, എന്നിട്ട് അതിൻ്റെ ശിഷ്ടം എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് മോഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കണം. എക്സ് മോഡ് 2. അപ്പോൾ എക്സ് ഈ സംഖ്യയെ 2 കൊണ്ട് ഹരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ശിഷ്ടമാണ് കിട്ടുന്നത്. അത് നമ്മൾ മറ്റൊരു വേരിയബിളിലോട്ട് കൊടുക്കണം. ആർ ഈക്വൽ ടു എക്സ് മോഡ് 2 എന്ന്. ഇപ്പോൾ ഹരിച്ചത് ശിഷ്ടം 0 ആണെങ്കിൽ അതൊരു ഈവൻ നമ്പറും അല്ലെങ്കിൽ അതൊരു ഓഡ് നമ്പറും ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. ഈഫ് ആർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്ക് പ്രിൻ്റ് എന്ത് വേണം, ഈവൻ കൊടുക്കണം. ഈവൻ അല്ലെങ്കിൽ ഈഫ് ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് കൊടുക്കണം, നമുക്ക് പ്രിൻ്റ് ഓടെന്ന് കൊടുക്കണം. ഇപ്പോൾ പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ 15 അടിച്ചു. അപ്പോൾ ഇതൊരു ഓഡ് നമ്പറാണ്. കണ്ടോ, പ്ലസ് ഫിനിഷ് വിത്ത് എക്സിറ്റ് കോഡ്. നമുക്കിവിടെ ഒന്നും കിട്ടിയില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ സ്പേസ് ഇട്ടതാണ്. ഈ ഈഫിനകത്ത് ഇവിടെ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഈഫിനകത്ത് മറ്റൊരു ഈഫായിട്ടാണ് ഇതെടുക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഈഫ് ഇത് വർക്കൗട്ട് ചെയ്ത് തെറ്റാണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കയറാവൂ. ഈ ഈഫിനകത്ത് ഈ ഈഫ് ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ സ്പേസ് അലൈൻമെൻറ്റ് ഇങ്ങോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം ഒഴിവാക്കിയിട്ടാണ്. ഇനി ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേ പ്രോഗ്രാം റൺ ചെയ്തു 15 ഓഡ് നമ്പറിന് എഴുതിക്കും. മുമ്പേ നമുക്ക് റിസൾട്ട് കിട്ടാത്തതിന് കാരണം ആ സ്പേസാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവനാണ്, അല്ലെങ്കിൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ 1 മാത്രമല്ലേ വരുള്ളൂ, 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ അല്ലെങ്കിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഇവിടെ എൽസ് എന്ന് കൊടുക്കണം. എൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ നമുക്ക് വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ 14 എന്ന് കൊടുത്തു. ഈവൻ ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 15 എന്ന് കൊടുത്തു. വർക്കൗട്ടായി. ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മറ്റൊരു ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലോ. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഒരു നമ്പർ 5-നേക്കാട്ടിലും വലുതാണ് എങ്കിൽ, അത് ഈവൻ നമ്പറും ആണ് എങ്കിൽ, ഈവൻ നമ്പറും 5-നേക്കാട്ടിലും വലുതാണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ മറ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് വേണം. പ്രിൻ്റ് എൻ്റേർഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 5 റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ 15 എന്നുള്ള നമ്പറാണ് കൊടുത്തത്. ഓഡ് നമ്പർ മാത്രമേ വന്നുള്ളൂ. ഇനി ഈവൻ നമ്പറാണോ നോക്കണം. നമുക്കൊരു ഈവൻ നമ്പർ അടിച്ച് നോക്കാം. 14 അടിച്ചു കൊടുക്കും. കേട്ടോ, എൻ്റേർഡ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന്. ഇനി അതല്ല, നമുക്ക് ഈ നമ്പർ തന്നെ 14 ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിവിടെ ഏത് സംഖ്യയാണ് അടിച്ചു കൊടുത്തത് അതേ സംഖ്യ തന്നെ ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുത്തെ നമ്പർ ഏതാണ്, എക്സ് ആണ്. അപ്പോൾ അത് എക്സ് കൊടുത്തു. ഇനി ഇവിടെ ഇത് കൊടുത്തു എക്സ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. എററാണ്, സിൻടാക്സ് എററാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുള്ള ഒരു നമ്പറാണ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 5. ഈ എക്സ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഇത് പ്രിൻറ്റ് ചെയ്യേണ്ട, ഇതിൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ എന്താണോ അതാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളത് അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്കിവിടെ ഒരു പ്ലസ് സൈൻ ചേർക്കുക. എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് നോക്കുക. റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ റീഡിങ് എൻ്റർ എ നമ്പർ നമ്മളിവിടെ 14 കൊടുത്തു. ഇവിടെ കിട്ടിയത് കണ്ട എററാണ് കിട്ടിയത്, ടൈപ്പ് എറർ. ഇതിന് കാരണം എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. ഗ്രേറ്റർ ദാൻ 5 എന്ന് എഴുതി കൊടുത്തതിന് സ്ട്രിങ് ആയിട്ടാണ് കമ്പ്യൂട്ടർ എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രിങ്ങും ഇൻറ്റിജറും തമ്മിൽ കൂട്ടിച്ചേർത്തില്ല. ഒന്നെങ്കിൽ രണ്ടും സ്ട്രിങ് ആക്കുക, ഇല്ലെങ്കിൽ രണ്ടും ഇൻറ്റിജർ ആക്കുക. ഇവിടെ ഇതിനെ ഇൻറ്റിജർ ആക്കാൻ പറ്റില്ല ഗ്രേറ്റർ ദാൻ 5 എന്നാണ്. പിന്നെ ഉള്ളത് എക്സിനെ നമുക്ക് സ്ട്രിങ് ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. STR എന്നുള്ള കമാൻഡ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. STR ഓഫ് എക്സ് എന്ന് കൊടുക്കുക, പ്ലസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്ത് നോക്കുക. നമ്പർ 14 അടിച്ചു.
കണ്ട ഈവൻ 14 ഈസ് ഗ്രേറ്റർ ദാൻ 5. ഞാൻ വേറൊരു നമ്പർ അടിച്ചു 4 എന്നുള്ള നമ്പർ, 5 താഴെയുള്ള നമ്പർ അടിച്ച് 4 ഈവൻ മാത്രമേ വരുള്ളൂ. അത് കാരണം 4 എന്നുള്ള നമ്പർ 5 താഴെയാണ്. 5 താഴെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഈവനിന് മാത്രമേ വരുള്ളൂ. നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. വേറൊരു നമ്പർ അടിച്ച് നോക്കാം, 101 ഉണ്ട്, ഓഡ് നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ എൽസ് എന്നുള്ള ഈ കണ്ടീഷൻ, ഇവിടെ ഈ ഒരു കണ്ടീഷനല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു നമ്പർ 1, 2, 3, 4 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലെറ്റർ വരണം. ഇപ്പോൾ 1 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ, 2 ആണെങ്കിൽ 2 വരണം, 3 ആണ് 3 എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതി ഈ പ്രോഗ്രാം എഴുതും? എൻ്റർ എ നമ്പർ. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക, ഈഫ് ഈസ് ലെസ് ദാൻ 4. ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 4 ആണെന്ന് അടിച്ചു കൊടുക്കുക. അതായത് എക്സ് 4-നേക്കാട്ടിലും താഴെയാണോ? അങ്ങനെയാണെങ്കിൽ ഈഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് വേണ്ടത് പ്രിൻറ്റ് 1 ആണെന്ന് വിചാരിക്കുക. 1 അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നേരെയാണ് അടുത്ത കണ്ടീഷൻ എഴുതേണ്ടത്. ഈഫ് എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് 2 എന്ന് പറയണം. കൊടുത്തു. ഇനി അടുത്തത് ഈഫ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ഓഫ് 3 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തു, എററാണ് കാണിക്കും. അതിന് കാരണം ഈ ഈഫിന് നേരെ സ്പേസ് ഇട്ടത് നമ്മൾ മാറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ആ സ്പേസ് എല്ലാം കറക്റ്റ് ആക്കുകയാണ്. ഈ പ്രിൻറ്റിൻ്റെ സ്പേസും കറക്റ്റ് ആക്കുകയാണ്. അപ്പോൾ ഈ പൈത്തണിലെ സ്പേസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നമ്പർ അടിച്ചു കൊടുത്തു, എൻ്റെ നമ്പർ ഞാൻ 3 എന്ന് അടിച്ചു കൊടുത്തു. അല്ല 3 എന്ന് പറഞ്ഞു. ഇനി ഞാൻ വേറൊരു നമ്പർ അടിച്ചു കൊടുക്കുകയാണ്, 5 എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ ഒന്നും വന്നില്ല. ഒന്നും വരാതെ കോഡ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 4-ന് മുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു കോഡാണ് വേണ്ടത്. എൻ്റെ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4 എന്ന് കൊടുക്കണം. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എൽസ് കൊടുത്താൽ മതി. എൽസ് പ്രിൻറ്റ് എൻ്റെ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4 എന്ന് കൊടുത്താൽ പ്രോഗ്രാം ശരിയാവും നോക്കാം. പ്രോഗ്രാം റൺ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ 3 എന്നുള്ള വാല്യൂ കൊടുത്തു, 3 വന്നു. ഇനി 4 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടതെങ്കിൽ 4 കൊടുത്തു. എൻ്റെ നമ്പർ ഗ്രേറ്റർ ദാൻ 4 എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഈഫ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഈഫ് എൽസ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഒരു ഈഫിനകത്ത് എങ്ങനെയാണ് മറ്റൊരു ഈഫ് കൊടുക്കുന്നത് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഈഫ് കണ്ടീഷൻസ് പല വിധത്തിൽ ചെയ്തു. അതിനുശേഷം ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് കൊടുക്കേണ്ട സ്പേസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.